മൂന്നാർ എക്കോ പോയിന്റിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് രണ്ടുപേർ മരിച്ചു. തമിഴ്നാട് നാഗർകോവിലിൽ നിന്നുള്ള കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ജെയിനസ് രാജു നൽകും വിവരങ്ങൾ. ജെയിൻ, നേരത്തെ നമ്മൾ വിവരം തേടിയപ്പോൾ ഈ വാഹനത്തിൽ എത്ര പേരുണ്ടായിരുന്നെന്ന് സംബന്ധിച്ചൊക്കെ ഒരു ആശങ്കയുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ കൃത്യത വരുന്നുണ്ടോ? രണ്ട് മരണം, എത്ര പേർക്ക് പരിക്കേറ്റു? പ്രതീക്ഷ ഇപ്പോൾ കുറച്ചുകൂടി കൃത്യത വന്നിട്ടുണ്ട്. ഈ ബസ് കേരള രജിസ്ട്രേഷനാണ്. പക്ഷെ ഈ ബസ്സിൽ സഞ്ചരിച്ചിരുന്നത് നാഗർകോവിലിലെ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. ജീവനക്കാരും വിദ്യാർത്ഥികളും അടക്കം ഏതാണ്ട് 40ഓളം പേരാണ്, 37 പേരാണ് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത്. 3 ജീവനക്കാരുണ്ടായിരുന്നു, ബസ്സിൽ ജീവനക്കാരുണ്ടായിരുന്നു. മൊത്തം 40 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ എല്ലാവർക്കും തന്നെ ചെറുതോ വലുതോ ആയിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്. 2 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അമിത വേഗതയാണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അതായത് ഈ അപകടം നടന്നത് ഒരു വളവിലാണ്. അമിത വേഗത്തിലെത്തിയ വാഹനം ഈ വളവിൽ തിരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോട്ടിൽ തന്നെ മറിയുകയായിരുന്നു. അത് റോട്ടിലാണ് ഈ അപകടം നടന്നത് എന്നതുകൊണ്ട് തന്നെ ഈ അപകടത്തിന്റെ വ്യാപ്തി ഇത്രത്തോളം കുറയാനെങ്കിലും സാധ്യത. അതിന് റോട്ടിൽ നിന്ന് താഴേക്ക് പോവുകയായിരുന്നെങ്കിൽ ഇതിലും വലിയ അഗാധമായിട്ടുള്ള ഗർത്തങ്ങളൊക്കെയുള്ള കൊക്കുകളൊക്കെയുള്ള സ്ഥലമാണ്. പക്ഷെ റോട്ടിൽ തന്നെ അപകടം, അല്ലെങ്കിൽ റോട്ടിൽ തന്നെയാണ് ബസ് മറിഞ്ഞത് എന്നുള്ളത് ഈ അപകടത്തിന്റെ ഒരു വ്യാപ്തി കുറയാൻ സഹായിച്ചിട്ടുണ്ട്. ഈ പരിക്കേറ്റ എല്ലാവരെയും മൂന്നാറിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ എത്തിയവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന സൂചന. എന്തായാലും മുഴുവൻ പേരെയും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ട് മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഒരു അധ്യാപികയും ഒരു വിദ്യാർത്ഥിനിയുമാണ് മരിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക. ഇവരുടെ പേരോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളോ ഇതുവരെ ലഭ്യമായിട്ടില്ല. എല്ലാവർക്കും പരിക്കുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ചികിത്സ നൽകുന്നതിലാണ് ഈ ഘട്ടത്തിൽ മുഖ്യ പരിഗണന നൽകിയിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുക. എന്തായാലും ഡ്രൈവർ ഈ സംഭവത്തിന് ശേഷം അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഡ്രൈവറെ ഈ അപകടത്തിന് ശേഷം അവിടെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതായിരിക്കാനാണ് സാധ്യത. എന്തായാലും അമിത വേഗതയാണ് ഈ അപകടത്തിന് കാരണം എന്ന് നമുക്ക് നാട്ടുകാരുടെയൊക്കെ തന്നെ ഒരു ഇടപെടൽ കൂടി അവരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധ്യമായി അല്ലേ? പ്രതീക്ഷ, ഇത് കൂടുതൽ ജനവാസമുള്ള മേഖലയല്ല. അവിടെയുള്ള ആളുകൾ എന്ന് പറയുന്നത് വിനോദസഞ്ചാരികളായി എത്തിയ ആളുകളാണ്. എക്കോ പോയിന്റ് ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ്. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് ആളുകൾ കൂടുതലായി എത്തുന്ന ഒരു സ്ഥലമാണ്. ഇവരും ഒരു പക്ഷേ ഈ എക്കോ പോയിന്റിലേക്ക് പോയതാകാനാണ് സാധ്യത. അതിന് സമീപത്താണ് ഈ അപകടം ഉണ്ടായത്. ബസ് അമിത വേഗത്തിലായിരുന്നു. വലിയ വാഹനമാണ്, പക്ഷേ അമിത വേഗത്തിലായിരുന്നു. പെട്ടെന്ന് ഈ വളവിൽ തിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നിയന്ത്രണം വിട്ട് ഈ ബസ് ഒരു വശത്തേക്ക് മറിയുകയാണ് ഉണ്ടായത്. ബസ്സിൽ അടിയിൽപ്പെട്ടവരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ജെയിനാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ മൂന്നാർ എക്കോ പോയിന്റിലാണ് വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 2 മരണം സംഭവിച്ചത്. തമിഴ്നാട് നാഗർകോവിലിൽ നിന്നുള്ള കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്.